ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മീത്തൂസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ MBD ലീഡ്സ് ആപ്പിലെ ലേണേഴ്സ് ചോദ്യവേളയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ ലെവൽ 7 വരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതെൻ്റെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ളത് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ലെവൽ 8 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലേണേഴ്സ് ചോദ്യാവലി എടുത്തിട്ട് 8ാമത്തെ ലെവൽ ഓപ്പൺ ആക്കുക. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ രാത്രി നല്ല വെളിച്ചമുള്ള റോഡിൽ വാഹനം ഓടിക്കുന്നു. നിങ്ങൾ നിർബന്ധമായും ഓപ്ഷൻ എ നിങ്ങളുടെ ഹെഡ് ലൈറ്റ് ഹൈ ബീമിൽ ഉപയോഗിക്കുക. ഓപ്ഷൻ ബി നിങ്ങളുടെ ഹെഡ് ലൈറ്റ് ലോ ബീമിൽ ഉപയോഗിക്കുക. ഓപ്ഷൻ സി ഹസാർഡ് വാർണിംഗ് ലൈറ്റ് ഉപയോഗിക്കുക. ഓപ്ഷൻ ഡി പാർക്ക് ലൈറ്റ് മാത്രം ഉപയോഗിക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. നിങ്ങളുടെ ഹെഡ്ലൈറ്റ് ലോ ബീമിൽ ഉപയോഗിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രാത്രിയിൽ മറ്റ് വാഹനങ്ങൾക്ക് തൊട്ടു പിന്നിലായി റോഡിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ വാഹനത്തിൻ്റെ ലൈറ്റ് എങ്ങനെയായിരിക്കണം? ഓപ്ഷൻ എ ഹസാർഡ് വാർണിംഗ് ലൈറ്റ്. ഓപ്ഷൻ ബി ലോ ബീം ഹെഡ്ലൈറ്റ്. ഓപ്ഷൻ സി ഹൈ ബീം ഹെഡ്ലൈറ്റ്. ഓപ്ഷൻ ഡി ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ലോ ബീം ഹെഡ്ലൈറ്റ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ വാഹനം ഒരു ചെറിയ പാലത്തെ സമീപിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ ഓവർടേക്ക് ചെയ്യരുത്. ഓപ്ഷൻ ബി ഹസാർഡ് വാർണിംഗ് ലൈറ്റ് ഓൺ ചെയ്ത് മുന്നോട്ട് നീങ്ങുക. ഓപ്ഷൻ സി ഹെഡ് ലൈറ്റുകൾ ഓണാക്കുക. ഓപ്ഷൻ ഡി പാലം വേഗത്തിൽ കടന്നു പോകാൻ വാഹനം കഴിയുന്നത്ര വേഗത്തിൽ ഓടിക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഓവർടേക്ക് ചെയ്യരുത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഒരു പ്രധാന റോഡിലൂടെ വാഹനം ഓടിക്കുമ്പോൾ മറ്റൊരു വാഹനം ഒരു സൈഡ് റോഡിൽ നിന്ന് നിങ്ങളുടെ റോഡിലേക്ക് റിവേഴ്സ് ഓടിച്ചാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ റോഡിൻ്റെ എതിർവശത്തേക്ക് നീങ്ങുക. ഓപ്ഷൻ ബി നിങ്ങൾ ഹോൺ മുഴക്കി വാഹനം നിർത്തുക. ഓപ്ഷൻ സി ഹെഡ് ലൈറ്റുകൾ ഓണാക്കുക. ഓപ്ഷൻ ഡി വേഗത കൂട്ടി കടന്നു പോകുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, നിങ്ങൾ ഹോൺ മുഴക്കി വാഹനം നിർത്തുക. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ ഒരു യു ടേൺ ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഓപ്ഷൻ എ ഇൻഡിക്കേറ്റർ ഇട്ട് ന്യൂട്രൽ ഗിയർ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി വലതുവശത്തേക്ക് തിരിയുന്നതിനുള്ള സിഗ്നൽ ഓണാക്കുക. റിയർ വ്യൂ മിറർ നോക്കുക. പതുക്കെ തിരിയുക. ഓപ്ഷൻ സി സിഗ്നൽ ചുവപ്പായി മാറുന്നതിനായി കാത്തിരിക്കുക. ഓപ്ഷൻ ഡി ഗിയർ ഡൗൺ ചെയ്ത് വലത്തേക്ക് തിരിയുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, വലതുവശത്തേക്ക് തിരിയുന്നതിനുള്ള സിഗ്നൽ ഓണാക്കുക. റിയർ വ്യൂ മിറർ നോക്കുക. പതുക്കെ തിരിയുക. ആറാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ ഇടത്തേക്ക് തിരിയാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വാഹനം എവിടെയാണ് നിർത്തേണ്ടത്? ഓപ്ഷൻ എ റോഡിൻ്റെ മധ്യത്തിൽ. ഓപ്ഷൻ ബി റോഡിലെ ഏത് ഭാഗത്തും. ഓപ്ഷൻ സി റോഡിൻ്റെ ഷോൾഡർ ലൈനിൽ. ഓപ്ഷൻ ഡി ഏറ്റവും ഇടതുവശത്തെ വരിയിൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഏറ്റവും ഇടതുവശത്തെ വരിയിൽ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ വാഹനം പുറകിലേക്ക് ഓടിക്കാൻ പാടില്ലാത്തത്? ഓപ്ഷൻ എ തിരക്കേറിയ റോഡിൽ. ഓപ്ഷൻ ബി ഒരു വൺ വേ റോഡിൽ. ഓപ്ഷൻ സി ഒരു സൈഡ് റോഡിൽ നിന്ന് ഒരു പ്രധാന റോഡിലേക്ക്. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സിഗ്നലിൽ 2 വരിയായി വാഹനങ്ങൾ നിർത്തിയിരിക്കുന്നിടത്ത് പിന്നിൽ നിന്ന് സമീപിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്ത്? ഓപ്ഷൻ എ മുഴുവൻ വാഹനവും കടന്ന് അവരുടെ മുന്നിൽ നിർത്തുക. ഓപ്ഷൻ ബി ഉചിതമായ പാതയിൽ അവസാന വാഹനത്തിന് പിന്നിൽ നിർത്തുക. ഓപ്ഷൻ സി റോഡിൻ്റെ ഷോൾഡർ ലൈനിൽ. ഓപ്ഷൻ ഡി നിങ്ങൾ മറ്റ് ഡ്രൈവർമാരെ പിന്തുടരണം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഉചിതമായ പാതയിൽ അവസാന വാഹനത്തിന് പിന്നിൽ നിർത്തുക.
9ാമത്തെ ക്വസ്റ്റ്യൻ, വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ഷീണമോ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെയോ അനുഭവപ്പെടാൻ തുടങ്ങിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്ഷൻ എ, വാഹനം സുരക്ഷിതമായി നിർത്തി ഉടൻ തന്നെ വിശ്രമിക്കുക. ഓപ്ഷൻ ബി, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് സ്റ്റീരിയോ ഓണാക്കുക. ഓപ്ഷൻ സി, നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം വേഗത്തിൽ എത്താൻ വേഗത കൂട്ടുക. ഓപ്ഷൻ ഡി, ഫോൺ ചെയ്തുകൊണ്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. വാഹനം സുരക്ഷിതമായി നിർത്തി ഉടൻ തന്നെ വിശ്രമിക്കുക. 10ാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളൊരു കാർ ഓടിക്കുമ്പോൾ അസുഖം തോന്നുകയും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് സ്റ്റീരിയോ ഓണാക്കുക. ഓപ്ഷൻ ബി, വിൻഡോകൾ തുറന്നിട്ട് യാത്ര തുടരുക. ഓപ്ഷൻ ഡി, സുരക്ഷിതമായ സ്ഥലത്ത് നിർത്തുക, സാധ്യമെങ്കിൽ വൈദ്യസഹായം തേടുക. ഓപ്ഷൻ ഡി, കഴിയുന്നതും വേഗം ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേഗത കൂട്ടുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. സുരക്ഷിതമായ സ്ഥലത്ത് നിർത്തുക, സാധ്യമെങ്കിൽ വൈദ്യസഹായം തേടുക. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു കയറ്റത്തിൽ വാഹനം പാർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഓപ്ഷൻ എ, വാഹനം ക്ലച്ചിൽ നിർത്തുക. ഓപ്ഷൻ ബി, വാഹനം ഫുട് ബ്രേക്കിൽ നിർത്തുക. ഓപ്ഷൻ സി, വാഹനം ഗിയറിൽ ഇട്ട ശേഷം പാർക്കിംഗ് ബ്രേക്ക് ഉപയോഗിക്കുക. ഓപ്ഷൻ ഡി, വാഹനം ഗിയറിൽ മാത്രം ഇട്ട് പാർക്ക് ചെയ്യുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. വാഹനം ഗിയറിൽ ഇട്ട ശേഷം പാർക്കിംഗ് ബ്രേക്ക് ഉപയോഗിക്കുക. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഹസാർഡ് വാർണിംഗ് ലൈറ്റുകൾ ഡാഷിന് മാത്രമേ ഉപയോഗിക്കാവൂ. ഓപ്ഷൻ എ, 4 കൂടിയ ജംഗ്ഷനിൽ മുന്നോട്ട് പോകുന്നതിന്. ഓപ്ഷൻ ബി, പിന്നിൽ നിന്ന് വരുന്ന വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കുന്നതിന്. ഓപ്ഷൻ സി, തിരക്കേറിയ ജംഗ്ഷനിൽ വാഹനം വേഗത്തിൽ ഓടിക്കാൻ. ഓപ്ഷൻ ഡി, അടിയന്തര പാർക്കിംഗ് സാഹചര്യങ്ങളിൽ. ഓപ്ഷൻ ഡി ആണ്, അടിയന്തര പാർക്കിംഗ് സാഹചര്യങ്ങളിൽ. 13ാമത്തെ ക്വസ്റ്റ്യൻ, പാർക്ക് ചെയ്ത ശേഷം വലതുവശത്തെ വാതിലുകൾ തുറക്കുന്നതിന് മുൻപ് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ, ഒരു വാഹനവും കടന്നു പോകുന്നില്ലെന്ന് ഉറപ്പാക്കുക. ഓപ്ഷൻ ബി, വേഗം വാതിൽ തുറന്ന് ഇറങ്ങുക. ഓപ്ഷൻ സി, വിൻഡോ ഗ്ലാസ് തുറക്കണം. ഓപ്ഷൻ ഡി, ഇടതുവശത്തു കൂടി മാത്രം ഇറങ്ങുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഒരു വാഹനവും കടന്നു പോകുന്നില്ലെന്ന് ഉറപ്പാക്കുക. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു വാഹനം ലോഡ് ചെയ്യുമ്പോൾ ഇനി പറയുന്നവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? ഓപ്ഷൻ എ, പിന്നിലേക്ക് ലോഡ് ചെയ്യുക. ഓപ്ഷൻ ബി, ലോഡ് എവിടെ വേണമെങ്കിലും കയറ്റാവുന്നതാണ്. ഓപ്ഷൻ സി, വാഹനത്തിൻ്റെ മധ്യഭാഗത്തേക്ക് ലോഡ് ചെയ്യുക. ഓപ്ഷൻ ഡി, മുൻഭാഗത്തേക്ക് ലോഡ് ചെയ്യുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. വാഹനത്തിൻ്റെ മധ്യഭാഗത്തേക്ക് ലോഡ് ചെയ്യുക. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഉണങ്ങിയ മണൽ കയറ്റിക്കൊണ്ടുള്ള ടിപ്പർ വാഹനമാണ് നിങ്ങൾ ഓടിക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ലോഡ് ശരിയായി മൂടേണ്ടത്? ഓപ്ഷൻ എ, കൈകാര്യം ചെയ്യുന്നതിന് ഫലപ്രദമാകുന്നതിന്. ഓപ്ഷൻ ബി, നിങ്ങളുടെ പിൻപാട് കാഴ്ച സജ്ജീകരിക്കാൻ. ഓപ്ഷൻ സി, മറ്റ് വഴിയാത്രക്കാരുടെ കണ്ണിലേക്ക് മണൽ പറക്കുന്നത് തടയാൻ. ഓപ്ഷൻ ഡി, വെള്ളം കയറുന്നത് തടയാൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. മറ്റ് വഴിയാത്രക്കാരുടെ കണ്ണിലേക്ക് മണൽ പറക്കുന്നത് തടയാൻ. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഇടത്തേക്ക് തിരിയുന്നതിന് മുൻപ് ആദ്യം എന്താണ് പരിശോധിക്കേണ്ടത്? ഓപ്ഷൻ എ, വലതുവശത്തെ റിയർ വ്യൂ മിറർ. ഓപ്ഷൻ ബി, ഇടതുവശത്തെ റിയർ വ്യൂ മിറർ. ഓപ്ഷൻ സി, നിങ്ങളുടെ വലത് തോളിൽ കൂടി പിന്നിലേക്ക് നോക്കുക. ഓപ്ഷൻ ഡി, അകത്തെ കണ്ണാടിയിൽ. ഓപ്ഷൻ ബി ആണ്, ഇടതുവശത്തെ റിയർ വ്യൂ മിറർ. 17ാമത്തെ ക്വസ്റ്റ്യൻ, സ്പീഡ് ഗവർണർ ഘടിപ്പിച്ച വാഹനമാണ് നിങ്ങൾ ഓടിക്കുന്നത്. അതിലെപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്? ഓപ്ഷൻ എ, അമിത വേഗത. ഓപ്ഷൻ ബി, കോർണറിംഗ്. ഓപ്ഷൻ സി, ബ്രേക്കിംഗ്. ഓപ്ഷൻ ഡി, മറ്റൊരു വാഹനത്തെ മറികടക്കുമ്പോൾ. ഓപ്ഷൻ ഡി, മറ്റൊരു വാഹനത്തെ മറികടക്കുമ്പോൾ. 18ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു നീണ്ട ട്രക്കിന് പിന്നിൽ ഓടിക്കുന്ന ഒരു മോട്ടോർ കാറിൻ്റെ ഡ്രൈവർ പാലിക്കേണ്ട അകലം എത്രയാണ്? ഓപ്ഷൻ എ, സുരക്ഷിതമായ ദൂരം. ഓപ്ഷൻ ബി, 2.5 മീറ്റർ. ഓപ്ഷൻ സി, ട്രക്കിൻ്റെ പകുതിയോളം നീളം. ഓപ്ഷൻ ഡി, ട്രക്കിൻ്റെ നീളം. ഓപ്ഷൻ എ ആണ്, സുരക്ഷിതമായ ദൂരം. 19ാമത്തെ ക്വസ്റ്റ്യൻ, കാൽനട യാത്രക്കാർ റോഡിൻ്റെ ഡാഷ് സൈഡിലൂടെ നടക്കണം. ഓപ്ഷൻ എ, വലതുവശം. ഓപ്ഷൻ ബി, ഇടതുവശം. ഓപ്ഷൻ സി, മധ്യത്തിലൂടെ. ഓപ്ഷൻ ഡി, മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, വലതുവശം. 20ാമത്തെ ക്വസ്റ്റ്യൻ, നിർബന്ധിത അടയാളങ്ങൾ കൂടുതലും കാണപ്പെടുന്നത് ഡാഷ്.
ഓപ്ഷൻ എ നീല വൃത്തങ്ങൾ, ഓപ്ഷൻ ബി ചുവന്ന ത്രികോണങ്ങൾ, ഓപ്ഷൻ സി നീല ദീർഘചതുരങ്ങൾ, ഓപ്ഷൻ ഡി മഞ്ഞ വൃത്തങ്ങൾ. ഓപ്ഷൻ എ ആണ് ചുവപ്പ് അല്ലെങ്കിൽ നീല വൃത്തങ്ങൾ. അപ്പോൾ നമ്മൾ ലേണേഴ്സ് ചോദ്യാവലി ലെവൽ 8 കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. 8 വരെയുള്ള വീഡിയോസ് എല്ലാം ചാനലിൽ അപ്ലോഡാണ്. ആവശ്യമുള്ളവരെല്ലാവരും കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായി പഠിക്കുക. അടുത്ത ലെവലുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിലേക്ക് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.